ഹലോ ഗുഡ് മോർണിംഗ് ആൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്? ഡിമാൻഡ് നമ്മൾ മൂന്നായി തരംതിരിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, വ്യക്തിഗത ചോദനം, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്, കുടുംബ ചോദനം അല്ലെങ്കിൽ ഗാർഹിക ചോദനം. അടുത്തതാണ് മാർക്കറ്റ് ഡിമാൻഡ്, കമ്പോള ചോദനം. അതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്താണ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും ഹൗസ് ഹോൾഡ് ഡിമാൻഡ് കർവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ടേബിളിലും വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡിൽ വ്യത്യാസം വരുന്നുണ്ട്. എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് അവിടെ കാണിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് കർവും കാണിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് നോക്കാം. മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി that all consumers in a market are willing to buy at a different price in a given period of time. നിശ്ചയ സമയത്തിനുള്ളിൽ വ്യത്യസ്ത വിലയ്ക്ക് ഒരു മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും വാങ്ങാൻ തയ്യാറായ സാധനത്തിന്റെ അളവിനെയാണെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ്, അതായത് കമ്പോള ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോള ചോദനം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്. എല്ലാ വ്യക്തിഗത ചോദനത്തിൻ്റെയും ആകെത്തുകയാണ് എന്ത് കമ്പോള ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടേബിളും ഡയഗ്രം നോക്കുകയാണെങ്കിൽ ആ ടേബിളിൽ കാണിക്കുന്നത് എന്താണ്, ഒരു 3 കൺസ്യൂമേഴ്സിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ പ്രൈസ് കൊടുത്തിരിക്കുന്നു. ഒരു മാർക്കറ്റിലെ പ്രൈസ് ആണെന്ന് കരുതുക. 3 കൺസ്യൂമേഴ്സ് എ ബി സി എന്നിങ്ങനെ 3 കൺസ്യൂമേഴ്സിനെ കാണിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കൺസ്യൂമർ ചിലപ്പോൾ കൂടുതൽ വരുമാനമുള്ള വ്യക്തിയായിരിക്കാം, രണ്ടാമത്തെ ആൾ ചിലപ്പോൾ വരുമാനം കുറവുള്ളതായിരിക്കാം, മൂന്നാമത്തെ ആൾ ചിലപ്പോൾ വരുമാനം മിഡിലായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും വ്യത്യസ്ത വരുമാനമുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാകുമ്പോൾ വിലയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വില കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ ഓരോ കൺസ്യൂമേഴ്സും എങ്ങനെയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എ എന്ന കൺസ്യൂമർ, ബി എന്ന കൺസ്യൂമർ, സി എന്ന കൺസ്യൂമറിലെ നമ്മൾ ഡിമാൻഡിന്റെ കോളത്തിൽ കാണുന്നത്. അപ്പോൾ പ്രൈസ് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്താണ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് എന്താണ് കുറയും എന്നുള്ളതാണ് വാസ്തവം. അതിൽ നമ്മൾ ലാസ്റ്റ് കോളത്തിൽ മാർക്കറ്റ് ഡിമാൻഡാണ് കാണുന്നത്. മാർക്കറ്റ് ഡിമാൻഡിന്റെ പ്രത്യേകത എന്താണ്, ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതായത് എല്ലാ വ്യക്തിഗത ചോദനവുമാണ് ഇതിൽ കാണുന്നത്, മാർക്കറ്റ് ഡിമാൻഡിൽ കാണുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഡിമാൻഡുകൾ തമ്മിൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്താണ് ഓരോരുത്തരെയും കമ്പോള ചോദനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോള ചോദനം കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മാർക്കറ്റ് ഡിമാൻഡ് കാണിക്കുമ്പോൾ എ ബി സി എന്നിങ്ങനെ 3 പേരുടെയും ഡിമാൻഡാണ് നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്, താഴെയുള്ള എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൽ 3 പേരുടെയും ഓരോ ഡിമാൻഡ് കർവ് വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടലായിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് വലിയൊരു കർവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡിനെ നമ്മൾ ഡി ഡി എന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ് കാണിക്കുന്നത്. മറ്റേ സ്മോൾ ലെറ്ററിൽ അതായത് എ ബി സി എന്നുള്ളത് ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡ് കർവുകളെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ടേബിളും ഡയഗ്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്, ഇതിന്റെ രണ്ടിന്റെയും ടേബിളും ഡയഗ്രവും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷെ മാർക്കറ്റ് ഡിമാൻഡിലാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ നമുക്കത് സാധാരണയായിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മാർക്കറ്റ് ഡിമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.